ഇപ്പോൾ എ.കെ. ബാലൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ധനസഹായമായി 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തത്. ഇതിനു പുറമെ ഇവിടെ നടക്കുന്ന ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്യാവശ്യ സാമ്പത്തിക ബാധ്യത നിർവഹിക്കുന്നതിനാണ് 2 ലക്ഷം രൂപ കൊടുത്തത്. കുട്ടിയുടെ പഠനം പൂർണ്ണമായും ഗവൺമെൻറ് ഏറ്റെടുക്കും. കേരളത്തിൽ തന്നെ പഠനം തുടരുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കുട്ടി പാസ്സായാൽ ഗവൺമെൻറ് ജോലിയും കൊടുക്കും. വളരെ അത്യാസന്ന നിലയിലായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. രക്ഷപ്പെടില്ല എന്ന ധാരണയായിരുന്നു ഡോക്ടർമാർക്ക് പൊതുവേ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നല്ല പുരോഗതിയുണ്ട്. കുട്ടി ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് 2016 മെയ് 9-നാണ്. പിന്നെ അവിടെ ഒരാഴ്ചക്കാലം ചികിത്സയിലായിരുന്നു. അവിടെ നിന്നാണ് 2/6 മെഡിക്കൽ കോളേജിലെത്തുന്നത്. മാധ്യമ ലോകം ഇതറിയുന്നത് 19/6-നാണ്. 21-ാം തീയതിയാണ് FIR ഇടുന്നത്. വധോദ്യമം, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൻസ്റ്റ് ആക്ട്, ആൻറ്റി റാഗിംഗ് ആക്ട്, 10 വർഷം വരെ ശിക്ഷിക്കാവുന്ന വകുപ്പുകളിട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തുടരന്വേഷണം നടത്തുന്നത് കർണാടക പോലീസാണ്. ആ അന്വേഷണം നിഷ്പക്ഷമായി നടത്തുന്നതിനുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടും ഗവൺമെൻറ് സ്വീകരിക്കും. ഞാനിപ്പോൾ കുട്ടിയെ കണ്ടു, സംസാരിച്ചു. കുട്ടിയുടെ അമ്മയും അമ്മാവനും ഉണ്ടായി. അവർക്ക് 1 ലക്ഷത്തിൻ്റെ ചെക്കും 1 ലക്ഷം ക്യാഷും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇതൊന്നുമില്ലല്ലോ. മിസ്റ്റർ, ഈ കേസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഇത് ആത്മഹത്യാ ശ്രമമാണ്, ഒരിക്കലും റാഗിംഗ് നടന്നിട്ടില്ല എന്ന് പറയുന്നു. പോലീസ് ഇതുവരെ ആത്മഹത്യയാണോ റാഗിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ബന്ധുക്കൾ പറയുന്നു പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാരിൻ്റെ പറഞ്ഞപ്പോൾ വല്ല കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാധാരണ നിലയിൽ നമ്മളൊരു FIR ഒഫൻസ് ഇട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടിയാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം FIRലുള്ള സെക്ഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ അത് ഗവൺമെൻറ് അപ്പോൾ ഇടപെടും. അങ്ങനെയുള്ള ഒരാരോപണവും ഇപ്പം വന്നിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല. കർണാടക സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേസ് അട്ടിമറിക്കുന്നതിനുള്ള എന്തെങ്കിലും ആലോചന നടക്കുന്നതായിട്ട് മനസ്സിലാകുന്നില്ല. ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രതികരിക്കും. ശരി.